സ്ഥലങ്ങളിൽ ഒന്നിച്ചായിരിക്കാനും ഒക്കെ എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ എന്നെ ഒന്നും പറയല്ല, ഞാൻ ഇവിടുത്തെ അയൽക്കാരനായിട്ട് പാർക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും പലയിടത്ത് വെച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പരിചയം, അന്യോന്യം പരിചയമുണ്ടല്ലോ. ഈ ഒരു ദേവാലയത്തിൽ, മനോഹരമായ ഈ ദേവാലയത്തിൽ ഒരു പ്രാവശ്യം കൂടെ വരുവാനും പ്രിയപ്പെട്ട ദൈവജനത്തോടുകൂടെ ഒന്നിച്ച് ആരാധിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. നിങ്ങളിൽ പലരും പലപ്പോഴും ഞങ്ങളുടെ ദേറായിൽ ബോയ്സൂമിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വരണം. അവിടുത്തെ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ പങ്കെടുക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടുന്ന അവസരവും ഭാഗ്യവും നൽകട്ടെ. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ വാരമായിട്ട് നാം കൊണ്ടാടുകയാണ്. ഇന്ന് പെസഹായുടെ ആ ഒരു വലിയ സന്തോഷം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ചേർന്ന് ഓടിപ്പോയ അല്ലെങ്കിൽ മടങ്ങി വന്ന ആ ഒരു വലിയ ഓർമ്മ കൊണ്ടാടുന്ന ഒരു ദിവസവും കൂടെയാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസഹായുടെ സന്തോഷം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ ഒരു ഓർമ്മ പുതുക്കലായി പുതിയ നിയമത്തിൽ ഒരു വിശുദ്ധ കുർബാനയുടെ നാന്ദി കുറിച്ചതും ഈ ഒരു ദിവസത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ പെസഹായുടെ അല്ലെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ പെരുന്നാൾ തമ്പുരാൻ ആഘോഷിക്കുന്ന ആ രാത്രി വേദപുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആർക്കും മറക്കാൻ പറ്റുന്നതല്ല. സംഭവ ബഹുലമായ ഒരു രാത്രി എന്നുണ്ട്. ചില പുത്തൻ യാഥാർത്ഥ്യങ്ങളുടെ ആവിഷ്കാരവും മറ്റു പല നിലനിൽപ്പുകളുടെ കൊഴിഞ്ഞുപോക്കും ഒക്കെ നടന്ന ഒരു രാത്രിയാണ് പെസഹായുടെ രാത്രി. കൂട്ടിയിണക്കാൻ സാധിക്കാതെ പോയ, തകർന്നുപോയ ജീവിതത്തിൻ്റെ ചില ബന്ധങ്ങളുടെ ആവിഷ്കാരവും ആ രാത്രി നടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിയോഗ ശുശ്രൂഷയുടെ പുത്തൻ മാനങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു രാത്രിയായിരുന്നു ആ രാത്രി എന്ന് നമുക്കിവിടെ കാണാം. ഒരു തപോധനൻ്റെ തപശക്തി മുഴുവൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു നല്ല രാത്രിയായിരുന്നു അന്ന് എന്ന് നമുക്ക് കാണാം. പുതിയ ഉടമ്പടിയുടെ, അതായത് അപരനു വേണ്ടി മുറിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന പുത്തൻ സംസ്കാരത്തിൻ്റെ ഒരു രംഗപ്രവേശവുമായിരുന്നു ആ രാത്രി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉത്തമനായ ഒരു ഗുരു എവിടെ വരെ എത്താമെന്ന് ശിഷ്യ സമൂഹത്തെ വ്യക്തമായി പഠിപ്പിച്ചതും ആ രാത്രിയിലാണല്ലോ. എന്താണ് ശിഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് ശിഷ്യ സമൂഹത്തെ, ലോകത്തിന് വരച്ച് കാണിച്ചു കൊടുത്തതും ആ രാത്രിയിലാണ്. അതുകൊണ്ട് ഈ പെസഹ നിലനിൽക്കുന്ന സംസ്കാരത്തിനെല്ലാം ഒരു ബദൽ സംസ്കാരത്തെ സൃഷ്ടിച്ചതാണ് എന്ന് നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ പെസഹായുടെ, യേശു അനുഷ്ഠിച്ചതായ ആ പെസഹായുടെ രാത്രിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ യേശു അവിടെ കാണിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൂടെ ഉണ്ടല്ലോ. ശിഷ്യ സമൂഹത്തിൻ്റെ കാലുകളെ കഴുകുന്ന ഒരു കാൽകഴുകൽ ശുശ്രൂഷ. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എവിടം വരെ എത്താം എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ് ഈ ഒരു യാഥാർത്ഥ്യം. ക്രൈസ്തവ സമൂഹത്തിനൊരു വെല്ലുവിളിയാ യേശു തമ്പുരാൻ ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയൊക്കെ ആയിത്തീരണം, ഒരു ക്രിസ്ത്യാനിക്ക് എവിടെ വരെ എത്തിച്ചേരാം എന്നുള്ളതായ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പെസഹായോടനുബന്ധിച്ച് 2 കൊച്ചു ചിന്തകൾ നിങ്ങളുമായിട്ട് ധ്യാനിച്ച് അവസാനിപ്പിക്കാം. പെസഹ എന്ന് പറഞ്ഞാൽ വിമോചനത്തിൻ്റെ ആഘോഷമാണ്. പെസഹ ഒരു വിമോചനത്തിൻ്റെ ആഘോഷമാണ്. വിമോചനം എല്ലായ്പ്പോഴും
അടിമത്വത്തിൻ്റെ കൂച്ചുവിലങ്ങ് തകർത്തെറിയുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ബന്ധനങ്ങളുടെ ചങ്ങലകളുടെ ബലിക്കല്ലിൽ തച്ചുടച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് സമൂഹത്തെ കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ പിടിച്ചുയർത്തുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ വിമോചനം. ഏതാണ്ട് 400-ലധികം വർഷങ്ങൾ മിസ്രയീമിൻ്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനം അതിൻ്റെ അടിമത്വത്തിൻ്റെ ചങ്ങലകളെ ഭേദിച്ചുകൊണ്ട് തങ്ങളുടെ ഒരു മടക്കയാത്ര അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല ഓർമ്മകളെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് പിന്നീടുള്ള തലമുറകളൊക്കെ ഈ പെസഹ ആഘോഷിക്കുവാനായിട്ട് അവരുടെ ഭവനങ്ങളിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ അതിലൊന്നിച്ചു കൂടുന്ന ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ ഈ യാഥാർത്ഥ്യങ്ങളെ തലമുറകളിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് ഊർന്നു വരുന്ന കണ്ണുനീര് എപ്പോഴും കഴിഞ്ഞ നാളുകളിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച യാതനയുടെ ഒരു അനന്തര സൃഷ്ടിയാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓരോ യഹൂദനും തങ്ങളുടെ പൂർവികർ അനുഭവിച്ചതായ ഈ അടിമത്വത്തിൻ്റെ യാതനയുടെ ഒരു ഓർമ്മപ്പെടുത്തലായി തലമുറകളെ വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവമുണ്ടായിരുന്നു, ഞങ്ങളെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവം തമ്പുരാൻ ഞങ്ങളെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോഴും അവിടെ നിന്ന് ഞങ്ങൾക്ക് കാണിപ്പാനിരുന്ന ഞങ്ങളുടെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചപ്പോഴും ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഇത് ജീവിത അനുഭവങ്ങളിലൂടെ തലമുറകളെ അവർ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ക്രൈസ്തവ സമൂഹമേ നമുക്കും ഇതൊരു വെല്ലുവിളിയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തലമുറകളെ പറഞ്ഞു പഠിപ്പിക്കണം. മക്കളെ, ഞങ്ങളെ വഴി നടത്തിയ ഒരു ദൈവം കഴിഞ്ഞ നാളുകളിലുണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ ഈ ദേശത്ത് വന്ന് ഈ ഭൂമിയോടും ഈ ദേശത്തിലുമൊക്കെ അധ്വാനിച്ച് ജീവിച്ചപ്പോൾ അവിടെ ഞങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്, പ്രാർത്ഥനയുടെ ജീവിതം നയിച്ചതുകൊണ്ട് ഇന്ന് നിങ്ങളും നിങ്ങളുടെ തലമുറകളും നമ്മളെല്ലാവരും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്ന് പറഞ്ഞ് തലമുറകളെ ദൈവം വഴി നടത്തിയ വഴികളെക്കുറിച്ചും വിധങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണല്ലോ. കാരണം ഇന്നത്തെ തലമുറകൾ എന്തിനു വേണ്ടിയൊക്കെ ഓടി നടക്കുകയാണ്, എന്തിനെയൊക്കെ വാരിക്കൂട്ടുവാനുള്ള ഒരു യാത്രയുടെ ആ ഒരു ബദ്ധപ്പാടിൻ്റെ തീവ്രതയുടെ വഴിയാത്രക്കാരാണ്. ആ വഴിയാത്രയിൽ വീണ് തകർന്നു പോകാതിരിക്കണമെങ്കിൽ അവരുടെക്ക് നല്ല ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മപ്പെടുത്തലുകൾ. അതുകൊണ്ട് പെസഹ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തുചേരലിൻ്റെയും നന്ദി പറച്ചിലിൻ്റെയും സ്നേഹത്തിൻ്റെ ഊഷ്മളത സൃഷ്ടിക്കുന്നതിൻ്റെയും ഒക്കെ നല്ല യാഥാർത്ഥ്യങ്ങളായി ആ സമൂഹം അവർ കണ്ടിരുന്നു. അതുകൊണ്ട് അവരെവിടെയായിരുന്നാലും പെസഹായുടെ ആ വലിയ ദിനത്തിൽ അവരെല്ലാവരും ഒന്നിച്ചു വരികയും ഒന്നിച്ച് പെസഹായുടെ കൂട്ടായ്മ അവർ കൊണ്ടാടുകയും ആ കൂട്ടായ്മയുടെ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിമോചനത്തിൻ്റെ ആഘോഷം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അവർ കൊണ്ടാടുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 2, പെസഹ ഒരു വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാണ്. പെസഹ ഒരു വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാണ് എന്ന് പറയുമ്പോൾ തകർന്നുപോയ ബന്ധങ്ങളുടെ ഏകീകരണത്തിൻ്റെ പെരുന്നാളാണ് പെസഹ. എവിടൊക്കെയോ തകർന്നു പോയത് മറ്റൊന്നുമല്ല, ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു പോയതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, സമസൃഷ്ടങ്ങളുമായിട്ടും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തകർന്നു പോയതാണ്. അങ്ങനെ തകർന്നുപോയ ബന്ധങ്ങളുടെ പുനരേകീകരണം, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടാണ് പെസഹായുടെ വലിയ ആഘോഷം. ഈ തകർന്നുപോയ ബന്ധങ്ങൾ തുടങ്ങിയത് ഏദനിൽ നിന്നല്ലേ? അവിടെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം തമ്പുരാൻ അവിടെ പാമ്പായിരുന്ന സാത്താനോട് പറഞ്ഞതാണ്, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും, അവൻ ഇന്ന് നിങ്ങൾ തകർത്ത് കളഞ്ഞ ബന്ധങ്ങളെയൊക്കെ ഏകീകരിക്കുവാൻ,
അവൻ അവനെ തന്നെ ബലിയായി തീർക്കുവാൻ തക്കവണ്ണം ഒരുവൻ ആ ബലിയിലൂടെയുള്ള ഒരു വീണ്ടെടുപ്പിന്റെ യാഥാർത്ഥ്യത്തെ ലോകത്തിന് സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഒരു വീണ്ടെടുപ്പുകാരൻ വരുമെന്നുള്ളതായ വാഗ്ദാനം, ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമല്ലേ ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പുനരേകീകരണത്തിൻ്റെ, ബന്ധങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ലോകത്തിൻ്റെ സൃഷ്ടിയെ നയിച്ചത്. അത് പെസഹായുടെ നല്ല ഓർമ്മയിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ദ ലാസ്റ്റ് സപ്പർ വൺസ് അഗെയിൻ എന്ന് പറയുന്ന ഒരു നാടകമുണ്ടായിരുന്നു. ദ ലാസ്റ്റ് സപ്പർ വൺസ് അഗെയിൻ. ആ നാടകത്തിൻ്റെ പാരമ്യത്തിൽ ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർപ്പിക്കാം. യേശു തമ്പുരാൻ ശിഷ്യ സമൂഹത്തോട് പറയുന്നതായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെ പറയുകയാണ്, നിങ്ങൾ പെസഹ ഒരുക്കണം എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ ഇന്ന് വായിച്ച് കേട്ടതാണ്. യേശു അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ പോയി പെസഹ ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ബന്ധപ്പെട്ട് ചെന്ന് തമ്പുരാൻ പറഞ്ഞതുപോലെ ഒരു പെസഹ ഒരുക്കുകയാണ്. നാളുകൾക്ക് ശേഷം വീണ്ടും ഈ ശിഷ്യ സമൂഹത്തോട് യേശു പറയുന്നു, നിങ്ങൾ പെസഹ ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ പല കാര്യങ്ങളുടെ തിരക്കിൻ്റെ മധ്യത്തിലാണ്. തിരക്കിൻ്റെ യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തെ കാർന്നു തിന്നപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സമയമില്ല. ഇത് കേട്ടതായ കർത്താവ് തന്നെ പോയി അവിടെ പെസഹ എല്ലാം ഒരുക്കിയിട്ട് യേശു തമ്പുരാൻ അവരെയെല്ലാം നിർബന്ധിച്ച് വിളിക്കുകയാണ്, നിങ്ങളെല്ലാവരും വരണം, ദാ പെസഹ ഒരുങ്ങിയിരിക്കുന്നു. അവർ വളരെ വൈഷമ്യത്തോടെ അവർ കർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവരെല്ലാവരും കൂടെ വന്ന് ആ പഴയതുപോലെ പെസഹായുടെ ആ ഓർമ്മ പുതുക്കുവാൻ തക്കവണ്ണം ആ കൂടാരത്തിൽ, ആ മുറിയിൽ വന്നിരിക്കുകയാണ്. അവർ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് പോകണം, അതുകൊണ്ട് നീ മുറിച്ച് ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞ് കർത്താവിനെ ഇങ്ങനെ ബന്ധപ്പെടുത്തുകയാണ്. അപ്പോൾ കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി പഴയതുപോലെ മുറിച്ച് അവർക്ക് കൊടുക്കാനായിട്ടൊരുങ്ങുമ്പോൾ അവരെല്ലാവരും കൂടെ തിരക്ക് നിമിത്തം ആ അപ്പത്തേക്ക് ഇങ്ങനെ ചാടി വീഴുകയാണ്. അപ്പത്തെ പിടിച്ചു മേടിച്ച് കഴിക്കുവാനുള്ള വെമ്പലിൽ അവിടെ ഈ കാസായിലിരുന്നതായ പാനപാത്രം കാസ മറിഞ്ഞു പോയിട്ട് അതിനകത്തിരുന്നതെല്ലാം ആ മേശമേലിങ്ങനെ ഒഴുകുകയാണ്. തമ്പുരാൻ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനൊരു പെസഹായുടെ ആവശ്യമില്ല. ഇന്നെല്ലാവർക്കും തിരക്കാണ്, എല്ലാവരും നെട്ടോട്ടമോടുകയാണ്. അതിൻ്റെ മധ്യത്തിൽ പലപ്പോഴും മറന്നു പോകുന്നത് ഒന്നിച്ചുള്ളതായ കൂട്ടായ്മയുടെ ആ രുചിയല്ലേ, ഒന്നിച്ചുള്ളതായ കൂട്ടായ്മയുടെ ആ ശ്രേഷ്ഠതയല്ലേ. ഇന്ന് ഒന്നിച്ചു കൂടി വരുന്നത് അപൂർവമായിട്ടല്ലേ. എല്ലാവരും അവരവരുടെ തിരക്കിലാണ്, എല്ലാവരും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവർക്ക് അതിൻ്റെതായ ഒരു പെട്ടിയും കൈ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലും എന്താണെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും അതിനെ നോക്കിക്കൊണ്ടാണ്. ഇന്ന് പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ഇന്ന് ഒന്നിച്ചു കൂടി വരുവാൻ സമയമില്ല, അല്പം വർത്തമാനം പറയാൻ സമയമില്ല, മേശയുടെ ചുറ്റുമിരിക്കാൻ നേരമില്ല, പ്രാർത്ഥനയിൽ ഒന്നിച്ച് മുട്ടുമടക്കാൻ നേരമില്ല. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെയുമുള്ള മുറിയിൽ നിന്ന് വളരെ ബന്ധപ്പെട്ടാണ് ഇറങ്ങി വരുന്നത് തന്നെ. അതൊന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തിരിച്ച് ആ റൂമിലേക്ക് കയറി കതകടയ്ക്കുന്ന തലമുറയുടെ മധ്യത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരു ഒത്തുചേരലിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ഭവനങ്ങളിൽ സൃഷ്ടിക്കപ്പെടട്ടെ. അങ്ങനെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെയല്ലേ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പെസഹ വിശാലമായ പന്തിഭോജനങ്ങളെ സൃഷ്ടിക്കുന്ന വലിയ യാഥാർത്ഥ്യമല്ലേ? വിശാലമായ പന്തിഭോജനങ്ങളെ സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ യേശു തമ്പുരാൻ പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട് ചൊരിയപ്പെട്ടതായ എൻ്റെ രക്തം. ഇത് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയല്ലേ? ആ ഉടമ്പടി ബന്ധത്തിലൂടെ ഇതാ വിശാലതയുടെ ഗിരിശൃംഗങ്ങളെ സൃഷ്ടിക്കുവാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. പെസഹ ഒരു വിമോചനത്തിൻ്റെ ആഘോഷം, പെസഹ ഒരു വീണ്ടെടുപ്പിൻ്റെ ആഘോഷം, പെസഹ വിശാലതയുടെ ബന്ധങ്ങളെ, വിശാലതയുടെ
ശ്രേഷ്ഠമായ മേശകളെ സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിലേക്ക് നോക്കാം. ദൈവമേ, എൻ്റെ പെസഹ ആഘോഷം എൻ്റെ ജീവിതത്തിൽ എന്ത് ജീവനെയാണ് സൃഷ്ടിക്കുന്നത്? ദൈവമേ, അതെവിടെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ പെസഹായുടെ ആഘോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനിടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം.